ഇതൊരു കുമ്പളങ്ങ കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കുമ്പളങ്ങ കറിയാണ് കേട്ടോ. ഇത് എങ്ങനെ വെക്കാൻ നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നും പറയുന്ന പോലെ പറയണം. ഇത് വളരെ എളുപ്പത്തിലാണ് കേട്ടോ. ഒരു പഴയകാല കറിയാണിത്. കുമ്പളങ്ങ നോക്കിയെടുക്കട്ടെ. ആദ്യം കുമ്പളങ്ങ മാത്രമേ ഉള്ളൂ. കുമ്പളങ്ങ മാത്രമേ ഉള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പം അങ്ങനെ കാണുവാൻ പറ്റുള്ളൂ അത് കറി വയ്ക്കുന്നത്. അവിടെ തീ 4 കത്തിണ്ട്. ചോറടുപ്പിലാണ്. അതിൻ്റെതായ മുരൾച്ചയാണ് കേൾക്കുന്നത്. അതാണ് പുക. അടുപ്പിൻ്റെ അടുത്താണ് ക്യാമറയും. അതെ, ഏകദേശം അടുപ്പിൻ്റെ അടുത്ത്. കുറച്ചും കൂടി നീങ്ങി അടുപ്പിൻ്റെ ഉള്ളിൽ, എപ്പോഴും പുക. കുറച്ചും കൂടി നീങ്ങി അടുപ്പിൻ്റെ ഉള്ളിൽ. ഇതൊരു കഷ്ണം കൊണ്ട് മാത്രം ഒരു കറിയാണ്. ഏത് കഷ്ണം വെച്ച് ഉണ്ടാക്കാം. നോക്കിയിട്ട് മതി. ഏത് കഷ്ണം വെച്ച് ഉണ്ടാക്കാം. അതെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏത് കഷ്ണം കൊണ്ടും ഉണ്ടാക്കാം. നമ്മുടെ കയ്യിൽ കുമ്പളങ്ങ ഉള്ളപ്പോൾ കുമ്പളങ്ങ വെച്ചിട്ടുണ്ടാക്കാം. ചേന വെച്ച് വരെ ഉണ്ടാക്കാം. താളി വെച്ചുണ്ടാക്കാം. തേങ്ങ ഒന്ന് കൊണ്ടെടുക്കട്ടെ. ഇനി ചിരകുന്നില്ല. കുറച്ച് തേങ്ങ മതി. ചിരകി അധികമാവും. ഉണ്ടാവും. ചിരകിയാലേ അധികമാവുന്നു. അധികമാവുന്ന അപ്പം പൂണ്ട് പറഞ്ഞാൽ കുറച്ചല്ലേ വേണ്ടുള്ളൂ. കുറേ ആയി പൂണ്ടിട്ട്. ടെക്നിക്ക് വിട്ടാ മറന്നാ. മതി 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 മതിയായി. മതി. എന്ത് തേങ്ങ കുറച്ച് മതി. കൊണ്ട് മുഴുവൻ പോളണം. വലിയ മുറിയാണേ. ഇനി ചീഞ്ചട്ടി അടുപ്പിൽ വെക്കുക. ചീഞ്ചട്ടി ചൂടായി. ഇതിലൊരു ടേബിൾ സ്പൂൺ മല്ലിയിട്ടാ. മുഴുവൻ മല്ലി. ഇതൊക്കെ കഴുകിയതാണ്. എരിവിന് 5 വറ്റൽമുളക്. ഒന്ന് ചൂടായില്ല. ചൂടായിട്ട് അത്ര മതി. തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങയും ഈ മുളകും മല്ലിയും കൂടി നന്നായി അരച്ചിട്ട് വരാം. നമുക്ക് കുമ്പളങ്ങ കറി വയ്ക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതാ കുമ്പളങ്ങ ചെറുതായിട്ട് നോക്കി. ഒരു കഷ്ണം കുമ്പളങ്ങ ഉണ്ട് കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന്. നന്നായി വേകട്ടെ. കഷ്ണം വന്ന് നോക്കട്ടെ. കഷ്ണം വന്നു. കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഒരു അരിനെല്ലിക്ക വലുപ്പത്തിൽ. ഇതണ്ട പുളിങ്കറി അല്ലേ? പുളിങ്കറി അല്ലേ? ഇനി നന്നായി തിളക്കട്ടെ. പുളി ഒഴിച്ചിട്ട് നന്നായി തിളക്കട്ടെ. പുളി ഒഴിച്ചിട്ട് തിളച്ചു. ഞാൻ അരപ്പിട്ട് കൊടുക്കാട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അരപ്പിട്ടിട്ട് ഒന്ന് തിളക്കട്ടെ. കറി തിളച്ചു. താളിച്ചെടുക്കുക. താളിച്ചെടുക്കുക. ചീഞ്ചട്ടി ചൂടാവട്ടെ.
കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടാവട്ടെ. കടുക് ഇട്ട് കൊടുക്കുക. 4 മണി ഉലുവ ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക്, കറിവേപ്പില. അത് കറി ഉണ്ടാക്കിയിടോ. സൂപ്പർ കറി ഉണ്ടാവും. ക്യാരറ്റും ബീൻസും കൂടി കുറച്ച് ഉപ്പേരി വയ്ക്കാം. കടുക് പൊട്ടട്ടെ. വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക് കറിയുള്ളൂ. പോകാല്ലേ. ഇന്ന് മിക്സർ ഉപ്പേരിയാണ്. ക്യാരറ്റും ബീൻസും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അടച്ച് വെച്ച് കഴിക്കാട്ടോ. ചോറ് വിട്ടിട്ടോ. ചോറ് വിട്ടു. അമ്മൻ്റെ അടുത്തേക്ക് പുക വരികയാണല്ലോ. നിങ്ങളെന്ത് പുകനെ ആകർഷിക്കുക? അടുപ്പ് പോയി. അടുപ്പിൻ്റെ അടുത്ത് പിന്നെ ഇതാവുമ്പോൾ എന്താ ചെയ്യുക? അല്ല അമ്മ അവിടെ നിന്നപ്പോൾ അവിടെ പുക വന്നു, ഇവിടെ നിന്നപ്പോൾ ഇവിടെ പുക വന്നു. കാറ്റ് ദിശയിലേക്ക് അറിയുന്നില്ല. കണ്ടോ? ഫാന്റാസ്റ്റിക് ആൻഡ് ഇലാസ്റ്റിക്. മൊത്തം പുകയായി. രാവിലെ ചളി പറഞ്ഞ് കളിക്കുന്നത്. ആർക്ക് ആർക്ക് ആർക്ക്? കാറ്റാണേ. ഹലോ. ജിമ്മ് ജിമ്മ്. ഉള്ളി കെട്ടി കൊടുക്കാം കേട്ടോ. ഭംഗി ഭംഗി വന്ന് ആടെ ചുരുണ്ടിരിക്കണേ. അത് കുഴപ്പമില്ല. ചുരുണ്ടിട്ട് ഭംഗി കേട്ടാ. നാളെ ദിവസം തേക്കണം. നമുക്ക് നാടകത്തെ അറിയില്ല. ശരിയാണ്. എനിക്ക് നാടകമായിട്ട് അറിയില്ല. സ്വയം കൊണ്ട് കെട്ടുന്ന നല്ല എക്സ്പീരിയൻസ് ആണ് അവൾക്ക്. പിന്നെ കുറ്റം എന്തിനാണ്? ഇങ്ങോട്ട് തിരികെ ഗൈസ്. ഉപ്പേരി റെഡിയായി. ചോറിനാട്ടോ. ഈ കുമ്പളങ്ങ കറി അടിപൊളിയാണ്. ഒന്ന് വെക്കാത്തവർ വെച്ച് നോക്കുക. ഒരു കഷ്ണം മതി. സൂപ്പർ ടേസ്റ്റ്. നേം പാകമാ. ചൂടാറി. സൂപ്പറാണ്. സൂപ്പർ ടേസ്റ്റ്. നല്ലൊരു മണവും അടിപൊളി കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ.